ഹലോ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൻ്റെ 3 വീലർ പാസഞ്ചർ ക്യാരിയിങ് എങ്ങനെ ഇൻഷുർ ചെയ്യാമെന്ന്. ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന വിൻഡോയിൽ നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് പിന്നെ വരുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം. മോട്ടോർ, ഹെൽത്ത്, ട്രാവൽ റിപ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സൈഡിൽ വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മോട്ടോറാണ് വേണ്ടത്. മോട്ടോറിൽ കോഡ് ജനറേഷൻ പ്രൈവറ്റ് കാർ PCVയിൽ C1B 3 വീലർ പാസഞ്ചർ ക്യാരിങ് ബിലോ 6ൽ 3 വീലർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 3 വീലർ പാസഞ്ചർ ക്യാരിങ്ങാണ് നമ്മൾ അടിക്കുന്നത്. ഇനി ഇവിടെ വരുന്നത് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ കവർ ടൈപ്പ്, ട്രാൻസാക്ഷൻ ടൈപ്പ്. കവർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കേജ് ആണോ തേർഡ് പാർട്ടി ആണോ എന്നുള്ളതും, ട്രാൻസാക്ഷൻ ടൈപ്പിൽ നമുക്ക് റോൾ ഓവർ ആണോ യൂസ്ഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയാണ്. ആക്റ്റീവ് ഓൺലി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് തേർഡ് പാർട്ടി ആയതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് റോൾ ഓവർ യൂസ്ഡ് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി. റോൾ ഓവർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ ഡേറ്റ് കിട്ടുന്നതാണെങ്കിൽ റോൾ ഓവർ കൊടുക്കുക. യൂസ്ഡ് ആണെങ്കിൽ T+2 ഇന്ന് ചെയ്താൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് സ്റ്റാർട്ടിങ് ഡേറ്റ് കിട്ടുക. അങ്ങനെ നമ്മൾ യൂസ്ഡ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് വിൻഡോ ഓക്കെ വരും. ജസ്റ്റ് വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ KL 48C ഓക്കെ 5099. ജസ്റ്റ് പുറത്തോടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആയിട്ട് വരും. രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പോളിസി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ കോൺടാക്ട് നമ്പറും ഇമെയിലും മറക്കാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജനറൽ മെയിൽ കൊടുക്കുക. സ്റ്റാലുവേഷൻ മിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ വരും. പിന്നെ T+2 ആയതുകൊണ്ട് 26-ാം തീയതിയാണ് നമ്മൾ ചെയ്യുന്നത്. 28-ാം തീയതിക്കത്തെ ഡേറ്റ് കൊടുക്കുക. അത് കൊടുത്ത് പിന്നെ നമുക്ക് വരുന്നത് ID ഓട്ടോമാറ്റിക് തേർഡ് പാർട്ടി ആണെങ്കിലും ID ജസ്റ്റ് ഒന്ന് കാണിക്കും. 29,400 ജസ്റ്റ് ഒരു വാല്യൂ കിട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി, ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്യുക. PUC സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും S കൊടുക്കണം. അത് കഴിഞ്ഞ് കമ്പൾസറി PA ഓണർ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. മിക്കവാറും 99% നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ ആവശ്യമുള്ള ലീഗൽ ലയബിലിറ്റി, ഡ്രൈവർ, ക്ലീനർ, കണ്ടക്ടറിൽ 1 കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രീവിയസ് പോളിസി ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്ന് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യുക. ഇൻസ്പെക്ഷൻ വേണ്ട കേസാണെങ്കിൽ ഇൻസ്പെക്ഷൻ എടുത്തിട്ട് ചെയ്യുക. ജസ്റ്റ് കാൽക്കുലേറ്റ് കൊടുക്കുക. കാൽക്കുലേറ്റ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അടിയിൽ പ്രീമിയം ഇത് വരുന്നത്. നമ്മൾ മെയിലും കോൺടാക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ പ്രൊസീഡ് കൊടുക്കുക. ക്ലോസ് ചെയ്ത് നമുക്ക് പ്രീമിയം 7,261. 3 വീലർ പാസഞ്ചറിന് ഫ്യൂച്ചറിൽ വരുന്നത് 7,261. ഇനി നമുക്കൊന്നും കൂടി റീചെക്ക് ചെയ്യുക. കാരണം ഇത് ഇഷ്യൂ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ കഴിയില്ല. RCയിലെ പേര് മാറിയിട്ടുണ്ടോ എന്നെല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുക. ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് കണ്ണോടിച്ച് പോയാൽ മതി. ഒരു വെരിഫിക്കേഷൻ വേണ്ടി മാത്രമാണ്. NCBയുടെ കാര്യങ്ങൾ പാക്കേജൊക്കെ ആകുമ്പോൾ NCB ഒക്കെ നല്ലോണം സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക. പിന്നെ ഇഷ്യൂ കോഡ് കൊടുക്കുക. ഇഷ്യൂ കോഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു കോഡ് ജനറേറ്റ് ആയിട്ട് വരും. അതായത് ഒരു PDF ആയിട്ട് ജനറേറ്റ് നമുക്ക് സാധനം കിട്ടും. ഈ കോഡ് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം കൺവേർട്ട് കോഡ് ടു പോളിസി. ഇത് നമ്മളിപ്പോൾ ചെയ്തത് കോട്ടാണ്. അത് കൺവേർട്ട് ആക്കുകയാണ് പോളിസിയിലോട്ട് കൺവേർട്ട് ആക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അഡ്രസ്സിലൊക്കെ ചിലതൊക്കെ ഓട്ടോമാറ്റിക് ഫെച്ച് ആയിട്ട് വരാറുണ്ട്. ജസ്റ്റ് നമ്മൾ X ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് വരുന്നൊരു വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്യാമെന്ന് മാത്രം. പിൻകോഡ് നമ്മൾ കറക്റ്റ് കൊടുക്കുക. പിൻകോഡ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടും. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വരും. ഇവിടെ നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സിൽ ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പ്രപ്പോസൽ ഫോം ഉണ്ട്. ആ പ്രപ്പോസൽ ഫോം നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് എവിടേക്കാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. RC അതുപോലെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അതർ ഡോക്യുമെൻറ്റിൽ നമുക്കിതെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അടിയിലൊന്നും കാണുന്നില്ല. ജസ്റ്റ് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഓതേഴ്സിലാണ് നമ്മൾ ചെയ്ത് വെക്കാറ്. ജസ്റ്റ് 7,261. ഇപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും മാറില്ല. എന്തെങ്കിലും മോഡിഫൈ ഉണ്ടെങ്കിൽ മോഡിഫൈ കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ പേയ്മെൻറ്റ് ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. ചില സമയത്ത് കുറച്ച് വെയിറ്റിംഗ്, പേയ്മെൻറ്റിൻ്റെ സമയത്തും കോട്ട് ജനറേഷൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് വരാറുണ്ട്.
അല്ലാത്ത മിക്കവാറും സമയം പെട്ടെന്ന് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് KYC, വെരിഫൈ KYCയിൽ നമ്മൾ KYC ഡോക്യുമെൻറ്റ് ജസ്റ്റ് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ആധാറിലുള്ള കറക്റ്റ് കസ്റ്റമറുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. RC ഓണറും KYC ഡോക്യുമെൻറ്റും സെയിം ആവണം. നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, വെരിഫൈ KYC കൊടുത്തു കഴിഞ്ഞാൽ ഇത് പുതിയൊരു വിൻഡോ ആണ്. എപ്പോഴും ചില കേസിലൊന്നും വരാറില്ല. ജസ്റ്റ് ഫാദറിൻ്റെ പേരോ സ്പൗസോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. മിഡിൽ നെയിം നിർബന്ധമല്ല, ബട്ട് ലാസ്റ്റ് നെയിം നിർബന്ധമാണ്. അപ്പോൾ CKYC മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതിൽ ഫസ്റ്റ് പാൻ കാർഡ് ഫോം 60, പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഫോം 60 ആണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പാൻ കാർഡ് തന്നെ നമുക്ക് സെലക്ട് പാൻ കാർഡ് ഉണ്ട്. ഒരു കസ്റ്റമർ പാൻ കാർഡ് നമുക്ക് കിട്ടിയിട്ട് മീൻസ് കസ്റ്റമറുടെ പാൻ കാർഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പാൻ കാർഡ് കൊടുക്കുന്നു. ഓക്കെ, മാറിപ്പോയി, പാൻ കാർഡ് തന്നെ കൊടുക്കാം. അപ്ലോഡ് ഡോക്യുമെൻ്റ് കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് ആധാർ കാർഡാണ് വേണ്ടത്. ആധാർ കാർഡിൻ്റെ ഫസ്റ്റ് പേജിന് അപ്ലോഡ് ചെയ്യണം. ഫസ്റ്റ് പേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കിട്ടും. അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് അടിയിൽ കാണിക്കും. ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് എഴുതി കാണിച്ച ഭാഗം കണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. സിംഗിൾ പോളിസി, സിംഗിൾ പേയ്മെൻറ്റ്. വന്നു സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആ പോളിസി മാത്രമേ കാണത്തുള്ളൂ. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേ. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണും. പേയ്മെൻറ്റ് ഗേറ്റ് വേ, സെലക്ട് പേയ്മെൻറ്റ് ലിങ്ക്. നമുക്ക് പേയ്മെൻറ്റ് ലിങ്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമെയിൽ അടിച്ചു കൊടുക്കുക. കോൺടാക്റ്റ് നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലോട്ട് എന്ത് വരും? പേയ്മെൻറ്റിലെ ലിങ്ക് വരും. അപ്പോൾ കോട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.